നമ്മുടെ അസൈൻമെൻറ്റിന് മുന്നിൽ ഫസ്റ്റ് നമ്മൾ വെക്കേണ്ടതാണ് ഇവാലുവേഷൻ ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊടുക്കാനുള്ളതാണ് ഈ ഒരു സ്ലിപ്പ്, അക്നോളജ്മെൻറ്റ് കാർഡ് എന്ന് പറയും. അത് നമ്മളവിടെ വെക്കണം. നമ്മളുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പൂരിപ്പിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൂരിപ്പിച്ച് കഴിയതും കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവിടെ എത്തി പൂരിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമുക്കതിന് സമയം കിട്ടാതെ വരും. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു വലിയൊരു കവറിൽ എല്ലാം കൂടി നമ്മൾ ചെയ്തിട്ട് ആ കവറിൻ്റെ പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതി കൊടുക്കുക. അതൊക്കെ അവിടെ നിന്ന് അവർ പറഞ്ഞു തരും. എൻ്റെ അസൈൻമെൻറ്റാണ് ഇത്രയുമാണ്. 8 സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റാണ്. ഫസ്റ്റ് ഇയറിലെ 8 സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റാണ്. ഞാൻ ഒരു ഭാഗം മാത്രമാണ് എഴുതിയത്. നമുക്ക് 2 ഭാഗവും എഴുതാൻ അലൗഡാണ് കേട്ടോ. എല്ലാവരും 2 ഭാഗവും എഴുതാൻ ശ്രമിക്കുക. എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ റിസ്ക് മനസ്സിലാവുക. അപ്പം ഒരു ഷീറ്റിൻ്റെ A4 ഷീറ്റിൻ്റെ 2 ഭാഗങ്ങളും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ആ ഒരു ഇവാലുവേഷൻ ഷീറ്റ് വയ്ക്കുക. പിന്നെ നമ്മൾ 2 എണ്ണം വെക്കണം കേട്ടോ ഇവാലുവേഷൻ ഷീറ്റ്. 2ലും ഒരേപോലെ പൂരിപ്പിക്കുക. പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കാർഡിൻ്റെ കോപ്പി വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് എത്ര ഷീറ്റാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് ആൻസർ ഷീറ്റ്. ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതി തന്നെ നമ്മൾ ആൻസർ ചെയ്യുക കേട്ടോ. ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം എത്രയാണോ നമ്മൾ എൻഡ് ചെയ്തത് അവിടെ വെച്ച് നിർത്തിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യന് നെക്സ്റ്റ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ നിർത്തുന്നത് അവിടെ അത്രയും ഭാഗം ഒഴിച്ചിടാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവാലുവേഷൻ ഷീറ്റ് നല്ല വൃത്തിക്ക് പൂരിപ്പിക്കുക. അതേപോലെ പേഴ്സണൽ ഡാറ്റ ഷീറ്റും കഴിവതും വീട്ടിൽ തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എൻറോൾമെൻറ്റ് ഷീറ്റ് 2 വേണം. ഒന്ന് അവിടെ കൊടുക്കാനും ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കാനുമാണ്. എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപകരിക്കും. വിച്ച് മീൻസ് നമ്മൾ അസൈൻമെൻറ്റ് നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അക്നോളജ്മെൻറ്റ് ഷീറ്റ് കാണിച്ചു കൊടുത്താൽ അതിനൊരു പ്രൂഫായിരിക്കും കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവാലുവേഷൻ ഷീറ്റ് 2 എണ്ണവും പിന്നെ അതേപോലെ തന്നെ അക്നോളജ്മെൻറ്റ് ഷീറ്റ് പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ഇവയ്ക്ക് ഓരോന്നിനും നമ്മൾ ഫില്ല് ചെയ്ത് ഓരോ 8 സബ്ജക്റ്റിൻ്റെയും മേലെ കൃത്യമായ ഓർഡറിൽ നമ്മളത് ഫില്ല് ചെയ്ത് കെട്ടി വരുമ്പോഴേക്കും സമയം പിടിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഫില്ല് ചെയ്ത് പോവുക. നമ്മളവിടെ ചെന്നിട്ട് എഴുതാമെന്ന് വിചാരിച്ച സമയം പോവും. നമ്മളുടെ അവിടെ 4 മണി വരെ സമയം അലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹറി ആയിട്ടായിരുന്നു പെട്ടെന്ന് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പോവുക. പിന്നെ കവറിൻ്റെ പുറത്തും എഴുതാനുണ്ടാവും. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹറിബറിയൊന്നുമില്ലാതെ മോർണിംഗിനെ പോവുക. നമ്മൾ അവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞ റിസ്ക്കാണ്. ആർക്കും നമുക്ക് പറഞ്ഞു തരാനുള്ള ടൈം ഉണ്ടാവില്ല. എല്ലാവരും സ്വന്തം ചെയ്യുന്ന തിരക്കിലായിരിക്കും. പിന്നെയുള്ള അവിടെ ഇൻവിജിലേറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നെല്ലാം ചീത്തയും കേൾക്കും. അപ്പം അതിനുള്ള അവസരം ഇല്ലാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിക്ക് ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.